വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ക്ലിപ്പാണ് കേട്ടോ. ഇത് നമുക്കൊരു ചെറിയ വേസ്റ്റ് പീസ് ഒക്കെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ അങ്ങനെ ചെയ്തതാണ്. എൻ്റെ ഒരു പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വെൽവെറ്റിൻ്റെ തുണിയാണ് കേട്ടോ. കണ്ടോ, ഈ ഒരു വെൽവെറ്റിൻ്റെ തുണി. അത് ഫുൾ നിരപ്പൊന്നുമില്ല, ഞാൻ പറ്റുന്ന രീതിയിലൊക്കെ കട്ട് ചെയ്തെടുത്തു. നിങ്ങളുടെ കയ്യിലുള്ളത് നല്ല നീളവും വീതിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല നമുക്ക് അത്രയും ഇതിൽ കിട്ടും കേട്ടോ. ഞാനിത് നോക്കി കണ്ടില്ലേ, എൻ്റെ ഒരു ഷേപ്പൊക്കെ കണ്ടില്ല. ലാസ്റ്റ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് എന്നെ ഫോൾഡ് ചെയ്തെടുത്തത്. ഇതുപോലെ നമ്മൾ അതിന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവും വരത്തില്ല കേട്ടോ. എന്നിട്ട് ഇതേ കണ്ടല്ലോ, അതിന് ഈ രണ്ട് സൈഡും ഈക്വലാക്കി വെച്ചതിന് ശേഷം ബോ മടക്കുന്നത് പോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഞാൻ ഒരു 3 ഫോൾഡാണ് കൊടുത്തത് കേട്ടോ. നമ്മളൊരു 3, 4 ഒക്കെ ആകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. തീരെ എന്താ കുഞ്ഞു കുഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫോൾഡിങ് ഇല്ലേ കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പം നമുക്ക് രണ്ടെണ്ണമാണ് എടുക്കാൻ പറ്റുന്നത്, 2, 3 ആണെങ്കിൽ 3, 4 നമുക്ക് എത്രയാണ് നല്ല നീറ്റായിട്ട് എടുക്കാൻ പറ്റുന്നത് അത്ര എടുക്കുക. ചെയ്തിട്ട് സെൻറ്റർ ഒന്ന് ടൈ ചെയ്തെടുക്കുക. അപ്പോഴേക്കും ഒരു പ്രത്യേക ഭംഗി, നല്ല ആ ഒരു ഫോൾഡിങ് ഒക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് നിൽക്കുമ്പോൾ അതാണ് ശരിക്കും ബോ ചെയ്യുമ്പോഴുള്ള പെർഫെക്ഷൻ. നമ്മൾ ആ ബോയ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും കണ്ടിട്ടില്ലേ ഇതുപോലെ ഇങ്ങനെ കറക്റ്റായിട്ട് അത് ഇങ്ങനെ ആ ഒരു വിടർന്ന് നിൽക്കും. അതാ ഇതുപോലെ ചെറുതായാലും കറക്റ്റായിട്ട് നിൽക്കണം. എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് സെൻറ്റർ കവർ ചെയ്തെടുക്കുന്നത് കേട്ടോ. സെൻറ്റർ നിങ്ങൾക്ക് എന്ത് വെച്ച് വേണോ കവർ ചെയ്തെടുക്കാം. സെയിം തുണി, ഈ തുണി അതായത് ഇതിൻ്റെ തുണി തന്നെ ഉണ്ടെങ്കിൽ ഒരു പീസ് വെച്ച് കവർ ചെയ്യാം. എനിക്ക് ആ പീസ് ഇല്ലായിരുന്നു കേട്ടോ, കാരണം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് അത് ചെയ്തത്. അപ്പോൾ എൻ്റെ കയ്യിൽ പീസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇതുപോലെ ബാക്കിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നറിയാതെ ഇതുപോലെ ഒരു ഇത് കൊടുത്ത് അങ്ങ് കവർ ചെയ്തെടുത്തു. ജസ്റ്റ് കവർ ചെയ്യുക. ഞാനിത് ഗ്ലൂ ഒന്നും കൊടുക്കാതെ, കാരണം ഇതിൻ്റെ പുറകിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഇതാണ്, ഒരു ഷീറ്റാണ്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് ഷീറ്റ് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അതിനെ ഉരുക്കുക, അങ്ങ് പേസ്റ്റ് ചെയ്യുക. അത്രേ ചെയ്തുള്ളൂ. കണ്ടോ, ഇനി അടുത്ത് തിരിച്ചും അതുപോലെ അങ്ങ് ചെയ്താൽ മതി. അപ്പോൾ നല്ല ഫിനിഷിങ്ങോടെ നിൽക്കും. ഫിനിഷിങ്ങിന് ബുദ്ധിമുട്ടൊന്നുമല്ല. കട്ട് ചെയ്ത് കളയുക, ബാലൻസ് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് അവിടെ ഇങ്ങനെ ഒന്ന് ഉരുക്കിയാൽ മതി. അങ്ങ് ഉരുക്കിക്കോളും. അപ്പോഴേക്കും അങ്ങ് പേസ്റ്റ് ചെയ്യുക. ഞാൻ ഈ ലൈറ്റിൻ്റെ പുറകെ വെച്ചിട്ട്, ഈ ലൈറ്റിൻ്റെ പുറകിൽ വെച്ചിട്ട് ഇങ്ങനെ വെക്കുന്നത് അത്ര സേഫ് ആയിട്ടുള്ള കാര്യമല്ല കേട്ടോ. കണ്ടല്ലോ. ഇനി അടുത്ത് പുറകിലേക്ക് ഒരു ചെറിയ ഫെൽറ്റ് ഷീറ്റ് കൊടുത്ത് നമ്മളവിടെ അങ്ങോട്ടേക്ക് വെക്കുകയല്ലേ, അപ്പോൾ അങ്ങ് നീറ്റായിട്ട് നിന്നോളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. പുറകിൽ നമ്മൾ വീണ്ടും ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ സിമ്പിളായിട്ട് അതങ്ങ് ചെയ്തത്. ഞാനത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഗ്ലൂ ഗൺ മെൽറ്റായി വന്നില്ലായിരുന്നു കേട്ടോ. അതാണ് മെയിനായിട്ടുള്ള റീസൺ. അപ്പോൾ ഇത് നമ്മുടെ ഹെയർ ബോ. ഇങ്ങനെയും സിമ്പിളായിട്ട് നമുക്ക് ഇത് മാത്രം ഇങ്ങനെ വെച്ചിട്ടായാലും നമുക്ക് വയ്ക്കാം. ഇതിൻ്റെ പുറകിലേക്ക് ഒരു അലിഗേറ്റർ ക്ലിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഹെയർ ബോ ആയിട്ടുണ്ട്. ഈ ഹെയർ ബോയുടെ പുറത്ത് നമുക്ക് എന്ത് കലാപരിപാടികളാണെങ്കിലും ചെയ്തോളാം. നിങ്ങൾക്ക് എന്ത് വേണോ ചെയ്യാം. നമുക്കതിൽ ബീഡ്സ് കൊടുക്കാം, സ്റ്റോൺസ് കൊടുക്കാം, എന്ത് വേണമെങ്കിൽ കൊടുത്താലും മനോഹരമാക്കാം. അത്രയേ ഉള്ളൂ. കണ്ടല്ലോ. ഇനി ഇതിൽ ബാക്കി കൊടുക്കുന്ന ഞാൻ 2 ക്ലിപ്പ് സ്റ്റോൺ 2 സൈഡിലും ഓരോന്ന് വീതം കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ സ്റ്റോൺ ചെയിനാണ് അവിടെ കവർ ചെയ്ത് ഒട്ടിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത്, ഇത് ഞാൻ എൻ്റേതായ ഐഡിയ ചെയ്തു. ഇതിൽ ജസ്റ്റ് ഒരു സൈഡിൽ കുറച്ച് ബീഡ്സ് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് സ്റ്റോൺ ചെയിൻ മാത്രം ഒട്ടിക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ 2 സൈഡിലും ഓരോ ക്ലിപ്പ് സ്റ്റോൺസ് കൊടുക്കുന്നുണ്ട്. 2 ക്ലിപ്പ് സ്റ്റോൺസ് വെച്ച് ആ ഒരു 2 ഗ്യാപ്പിൻ്റെ ഇടയിൽ കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഈ 2 ക്ലിപ്പ് സ്റ്റോൺ മാത്രം കൊടുത്താലും മതി, അത് പ്രത്യേക ഭംഗിയായിരിക്കും. ഉണ്ടല്ലോ. ഇനി ഞാൻ 2 സൈഡിലും ഇത്രയും ചെയ്തപ്പോൾ വീണ്ടും എന്തൊക്കെയോ ചെയ്യണമെന്ന് തോന്നി. ഞാൻ വീണ്ടും എന്ത് ചെയ്യുന്ന ആ 2 സൈഡിലും കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം സ്റ്റോൺ ചെയിൻ അവിടെ കൊടുത്തു. സ്റ്റോൺ ചെയിൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. കുറച്ചുകൂടെ എടുത്ത് തന്നു. ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും നല്ല ഭംഗിയായിരുന്നു. സ്റ്റോൺ ചെയിൻ ഞാൻ 2 ലെയറാണ് കൊടുക്കുന്നത് ഒന്നിൽ. അപ്പോൾ ഞാനിപ്പോൾ ഒറ്റ ലെയറാണ് ആദ്യം കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് അടുത്ത് 2 ലെയർ എന്ത് ചെയ്യാം, ഒരുമിച്ച് തന്നെ വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് വേണമെങ്കിലും ചെയ്യാം. ഇവിടെ ഞാൻ ഇപ്പോൾ 1 ലെയർ കൊടുത്തു. ഇനി അടുത്ത് 1 ലെയറും കൂടെ അവിടെ കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് 2 ലെയർ ഒരുമിച്ച് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടം. ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് ചെയ്യണം. 2 സൈഡിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു സൈഡാണ് കാണിക്കുന്നത്. കണ്ടല്ലോ, ഇതുപോലെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടുത്ത് വീണ്ടും 1 ലെയർ കൂടെ കൊടുത്ത് ചെയ്യുന്നുണ്ട്. ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഭംഗിയായിരുന്നു. അതിങ്ങനെ കറക്റ്റ് ആ ഹെയർ ബോ ഇങ്ങനെ എടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് പല കളറിൽ ചെയ്തെടുക്കാം. നമുക്ക് സാറ്റിൻ റിബണൊക്കെ ഒരു കുറച്ച് പീസ് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ നമ്മുടെ ഇതുപോലെ വെൽവെറ്റിൻ്റെ ചെറിയൊരു പീസ് ഉണ്ടെങ്കിലോ, പ്ലെയിൻ ആയിട്ടുള്ളത് നല്ല ഷൈനിങ് ഉള്ള മെറ്റീരിയലൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഇതുപോലെ ഗ്ലേസിങ് ആയിട്ടൊക്കെ നല്ല എടുത്ത് നിൽക്കും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കണ്ടല്ലോ. ഇനി ഓപ്പോസിറ്റ് സൈഡിലും ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ വളരെ സിമ്പിളായിട്ട് ചെയ്താണ് എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുന്നത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.